ഒരു യെസ് ഓർ നോ ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിന് മുന്നിൽ ഇന്നലെ മുതൽ ഇത്ര പ്രശ്നമായിരിക്കുന്നത്. കെ എം മാണി അഴിമതിക്കാരനാണോ എന്ന ചോദ്യത്തിന് CPM-ന്റെ നേരിട്ടുള്ള ഉത്തരം എന്താണ്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ അതിന്റെ ഉത്തരം കൃത്യമായി നേരിട്ട് തന്നെ പറയും. പക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. അത് കേട്ടാ മതി. ഞാൻ നിങ്ങൾക്കെതിരായ വിയോജിപ്പ് കൂടി പറയണ്ടേ ഇവിടെ? ഞാൻ പറഞ്ഞെന്താ എന്താന്ന് വെച്ചാ പറ. മരണപ്പെട്ടു പോയ ഒരാള്, അദ്ദേഹത്തിന്റെ പേര് വീണ്ടും വലിച്ചഴയ്ക്കുന്ന ക്രൂരമായൊരു വിനോദം അത്യന്തം അപലപനീയമാണ്. മൺമറഞ്ഞു പോയ ഒരു മനുഷ്യനോട് കാണിക്കുന്ന അനാദരവാണ്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഇത് മാധ്യമങ്ങൾ ചെയ്യരുത്. ഞാനവിടെ ആരാണ് ഈ ധനമന്ത്രിയുടെ പേര് സുപ്രീം കോടതിയിലേക്ക് വലിച്ചിഴച്ചത്? അതാണോ അനാദരവായത്? ഇത് കയ്യാങ്കളി കേസാണല്ലോ. MLA-മാർക്കെതിരായ കയ്യാങ്കളി കേസ് പിൻവലിക്കണം എന്ന സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കുകയാണ് സുപ്രീം കോടതിയിൽ. ആരാണ് ധനമന്ത്രിയുടെ പേര് അവിടെ കൊണ്ടുവന്നത്? അങ്ങ് കേൾക്ക്. കോടതിയിൽ ഏറെ നേരം ഈ കോടതി റിപ്പോർട്ടിങ്ങിൽ, കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സിനിടയിൽ നടക്കുന്ന പരാമർശങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പോലും ഇടക്കാലത്ത് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത് താങ്കളുടെ ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അതിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ദുരുദ്ദേശത്തോടു കൂടി പ്രക്ഷേപണം ചെയ്യുന്നതിന്റെ ദുരുദ്ദേശമാണ് എന്ന് താങ്കൾക്ക് പറയണമെങ്കിൽ ശ്രീ റഹീം, മൺമറഞ്ഞു പോയ നേതാവിനെ ഈ കേസിൽ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? മുൻ ധനമന്ത്രിയുടെ കാര്യമല്ല, ഈ ഭാഗമല്ലേ പറഞ്ഞത്. അന്നത്തെ ഒരു ഫാക്ട് ആണ് പറഞ്ഞത്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം, അങ്ങ് കേൾക്കൂ. ശ്രീ കെ കരുണാകരൻ ഇന്നിപ്പോ ഒരു കാര്യം ചർച്ച ചെയ്യാണ്. ശ്രീ കെ കരുണാകരൻ രാജൻ കേസിൽ അലിഗേഷൻ നേരിട്ടിരുന്നു. അതൊരു കേട്ടിരുന്നു എന്നൊരു ഭാഗമാണ് പറഞ്ഞത്. അന്നത്തെ സാഹചര്യത്തെ കുറിച്ച് വിവരിക്കുന്ന ഒരു പോർഷനാണ്. ഞാൻ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. താങ്കൾ ചോദിച്ചു കെ എം മാണി അഴിമതിക്കാരനാണെന്ന് അഭിപ്രായം ഇടതുമുന്നണിക്കുണ്ടോ? ഉത്തരമില്ല. കെ എം മാണി അഴിമതിക്കാരനല്ല. കാരണം എന്ന് ഉത്തരവ് ഇല്ല. അതെ, അത് തന്നെ അല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ റഹീം, കേരളത്തിലെ ജനങ്ങളോട് ശ്രീ കെ എം മാണി എന്ന മൺമറഞ്ഞു പോയ വ്യക്തിയോടുള്ള ആദരവ് മുൻനിർത്തി അദ്ദേഹത്തെ കോഴമാണി എന്നടക്കം വിളിച്ച ഇടതുമുന്നണിക്ക് വേണ്ടി താങ്കൾ മാപ്പ് പറയുമോ? അപ്പൊ ഇനി ഇടയിൽ ഇടപെടരുത്. ഇവിടെ അങ്ങ് കാണേണ്ട കാര്യം, ഞങ്ങളത് നടത്തിയ സമരം UDF-നെതിരായിട്ടായിരുന്നു. UDF-ന്റെ ഭാഗമായിരുന്ന ഞാൻ കേൾക്കൂ, അങ്ങ് കേൾക്കൂ. ഇത് ഒരു കാര്യം ഷാനി ഒരു കാര്യം മനസ്സിലാക്കണം. ഷാനിയുടെ നിലപാടുകൾ എന്റെ മേൽ ആരോപിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഒരു ചർച്ചയെ കാണരുത്. നിങ്ങൾ ചോദിച്ചു ഡയറക്ടർ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു അദ്ദേഹം അഴിമതിക്കാരനല്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ മേൽ നിലവിൽ ഒരു കേസും ഇന്ന് അഴിമതി കേസ് നിലവിലില്ല. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ കുറ്റവിമുക്തമാക്കി. അദ്ദേഹത്തിന്റെ മേൽ അഴിമതി കേസുകൾ നിലനിൽക്കാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനാണെന്ന് എനിക്കെന്നല്ല ഒരാൾക്കും വിളിക്കാനാകില്ല. അതൊക്കെ അറിയാലേ. ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു പോയ സഖാവ് KR ഗൗരിയുണ്ട്. സഖാവ് KR ഗൗരിയോട് ഒരു ഘട്ടത്തിൽ നിശിതമായ ഭാഷയിൽ ഞങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ആ കാലത്തെ നേതാക്കൾ. പക്ഷെ സഖാവ് KR ഗൗരി ഞങ്ങളുടെ തന്നെ പതാക പുതച്ചാണ് അന്ത്യയാത്ര ചെയ്തത്. അതിനൊന്നും ഇല്ലേ? ഓരോ ഘട്ടത്തിലുമുള്ള രാഷ്ട്രീയത്തോടാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ആ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കളുടെ പേരുകൾ വലിച്ചിഴക്കപ്പെട്ടേക്കാം. പക്ഷെ ആ പ്രസക്തമാകുന്നത് അവിടുത്തെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത്, വിയോജിക്കുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞു ഇത് കെ എം മാണിക്കെതിരായ പ്രതിഷേധമായിരുന്നില്ല, UDF-നെതിരായ പ്രതിഷേധമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം ഒന്ന് വിശദീകരിക്കാമോ? അന്ന് UDF ഒരു അഴിമതിയായിരുന്നു. അഴിമതിയിൽ കുളിച്ചതാണ്. എപ്പോഴും UDF അങ്ങനെയാണ്. UDF-ന്റെ അഴിമതി കൂടാരത്തിൽ നിന്ന് കാലം ഒരുപാട് മാറി. ഇന്ന് മാണിയുടെ പാർട്ടി ആ അഴിമതി കൂടാരം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ശരിയായ നിലപാടെടുക്കുന്നു. അതാണ് ചിലരുടെ രാഷ്ട്രീയ വിവാദം. നിങ്ങളുടെ രാഷ്ട്രീയം മാറുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞതൊക്കെ രാഷ്ട്രീയ കേരളം മറക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ശ്രീ റഹീം? താങ്കളും വ്യക്തിപരമായി എടുക്കരുത്. ഇപ്പോൾ താങ്കൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. ഡിവൈഎഫ്ഐ അന്ന് ഈ കോഴ ആരോപണം നേരിട്ട സമയത്ത് ഈ കെ എം മാണിക്കെതിരെ തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് ഒരു പദയാത്ര നടത്തിയിരുന്നല്ലോ. UDF-ന്റെ ആസ്ഥാനം പാലായതുകൊണ്ടാണോ അത്തരത്തിലൊരു സമര പരിപാടി ഡിവൈഎഫ്ഐ നടത്തിയത്? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. അന്ന് ഈ പറയുന്ന ഈ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സന്ദർഭത്തിൽ അവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശ്രീ കെ കരുണാകരനെതിരെ നടത്തിയിട്ടില്ലേ? ആർക്കെല്ലാം എതിരെ നടത്തിയിട്ടുണ്ട്.
നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. മുന്നണി മാറുമ്പോൾ ഞങ്ങളുടെ അങ്ങനെയല്ല, മുന്നണിയിലേക്ക് വന്നാൽ അങ്ങനെയല്ല. അവർ അഴിമതിക്കാരല്ല, ഞങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാൽ അങ്ങനെയല്ല. കെ കരുണാകരനെതിരെ ഞങ്ങൾക്ക് രാഷ്ട്രീയ ആരോപണമില്ല, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചോദ്യമില്ലല്ലോ. തെറ്റാണത്. അഴിമതിക്കെതിരെ ആ മുന്നണി എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനം. ഞങ്ങൾ അഴിമതിയെ വെച്ചുപുറപ്പിക്കുന്ന മുന്നണിയല്ല. പൊതുവിൽ അഴിമതിയോടെന്ത് സമീപനം എന്ന് ചോദിച്ചാൽ അഴിമതിയെ വെച്ചുപുറപ്പിക്കുന്ന മുന്നണിയല്ല LDF. ആ തിരിച്ചറിവിലാണല്ലോ ജോസ് കെ മാണിയും LJDയും ഉൾപ്പെടെയുള്ളവർ ഞങ്ങളോടൊപ്പം വന്നത്. UDF വിട്ടത്, അതിൽ നിന്നാൽ അതൊരു അഴിമതി കൂമ്പാരമാണെന്ന് മനസ്സിലാക്കി ആ കൂടാരം ഉപേക്ഷിച്ച് നമ്മളോടൊപ്പം വന്നത്. പക്ഷേ അതിനെ ഞങ്ങൾ അവസരവാദ രാഷ്ട്രീയം എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ ശ്രീ റഹീം? നിങ്ങൾ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ മേൽ ആരോപിച്ചതൊക്കെ ശരിയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളത്തിൽ തന്നെ ഇടതുപക്ഷം ഉണ്ടാകുമായിരുന്നില്ല. ഇതേ ന്യായം ഈ ചർച്ചയിൽ തന്നെ വന്നിരുന്ന് താങ്കളും താങ്കളുടെ പാർട്ടി നേതാക്കളും പറയാറുണ്ട്. അതായത് BJPയിലേക്ക് എത്തുമ്പോഴേക്കും അഴിമതിക്കാരായ ആളുകളെ മുഴുവൻ വിശുദ്ധ സ്നാനം ചെയ്യിച്ചെടുക്കുന്ന പാർട്ടിയാണ് BJP. അവിടെ അപ്പുറത്ത് നിൽക്കുമ്പോൾ അഴിമതിയുണ്ട്, ഇപ്പുറത്ത് വന്നാൽ അഴിമതിയില്ല. BJPയിൽ വരുമ്പോൾ അഴിമതിക്കാരെല്ലാം അഴിമതിക്കാരല്ലാതാകുന്ന ആ വിശുദ്ധ പ്രക്രിയ എന്താണ് എന്ന് ഈ ചർച്ചയിൽ നിങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് അവസരവാദ രാഷ്ട്രീയം എന്ന് വിളിക്കാമെങ്കിൽ കേരളത്തിന് മറിച്ചൊന്ന് പറയാൻ നിവൃത്തിയില്ലല്ലോ ശ്രീ റഹീം. ചരിത്രത്തിൽ ഞാൻ അങ്ങോട്ടൊരു ഉദാഹരണം പറയാം. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. സഖാവ് കുഞ്ഞാലിയെ കൊന്നയാളായിരുന്നു. കുഞ്ഞാലിയെ കൊന്ന കേസിൽ, കുഞ്ഞാലി MLA ആയിരുന്നു, കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ ആര്യാടൻ മുഹമ്മദ്. റിമാൻഡ് പ്രതിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ ആന്റണിയും അതോടൊപ്പം ശ്രീ ആര്യാടൻ മുഹമ്മദും ഉൾപ്പെടെയുള്ളവർ അന്ന് ഇടതുപക്ഷത്തോടൊപ്പം വന്നു. അന്ന് ആര്യാടൻ മത്സരിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ മന്ത്രിസഭ വന്നപ്പോൾ ആര്യാടൻ മന്ത്രിയായി. മന്ത്രിയായതിനു ശേഷം 6 മാസത്തിനകം നടത്തേണ്ട ഉപതെരഞ്ഞെടുപ്പിൽ ഇതേ നിലമ്പൂരിൽ അദ്ദേഹം മത്സരിക്കാൻ വന്നു. ശ്രീ ആര്യാടൻ മുഹമ്മദിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ സംസാരിക്കുന്നു. അന്ന് കോഴമാണി എന്നല്ല, അന്നത്തെ സാഹചര്യത്തിൽ കുഞ്ഞാലിയുടെ ഘാതകൻ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്നയാൾ, അത് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ രൂപപ്പെട്ടു വന്നത്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ? അപ്പൊ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തികൾക്ക് നേരായ കടന്നാക്രമണങ്ങളല്ല നടത്തുന്നത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ ഉച്ചത്തിൽ അഭിപ്രായം പറയും. ചോദിച്ചത് റഹീം, നിങ്ങളോടൊപ്പം ചേരുമ്പോഴേക്കും ഘാതകർ എന്ന് അതുവരെ വിളിച്ചവർ പെട്ടെന്ന് നന്മ നിറഞ്ഞവരാവുകയും അഴിമതിക്കാരെന്ന് അതുവരെ വിളിച്ചിരുന്നവർക്ക് പെട്ടെന്ന് വിശുദ്ധപട്ടം കിട്ടുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണോ ഉന്നയിക്കുന്നതെന്ന് തന്നെയാണ് യഥാർത്ഥ ചോദ്യം. ഇവിടെയുള്ള പ്രശ്നവും അത് തന്നെയാണ്. ശ്രീ ഷഫീർ, പിന്നെ തുടങ്ങിയേക്കാം. 40-45 കൊല്ലക്കാലത്തിലേറെയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമായി നിന്ന ഞങ്ങളുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് UDF നേതാവായ ശ്രീ KM മാണി സാറിനെ ഞങ്ങളുടെ മുമ്പിലിട്ട് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി നിയമസഭയ്ക്കകത്ത് കോപ്രായം കാണിച്ചവരാണവർ. നിയമസഭയ്ക്കകത്ത് അർദ്ധനഗ്നമായി നിന്നുകൊണ്ട് നൃത്ത ചുവടുകൾ നടത്തിയവരാണവർ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അദ്ദേഹത്തിനെ തെരുവിൽ കരിങ്കൊടികൾ കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ കോഴമാണി എന്ന് വിളിച്ചവരാണവർ. അദ്ദേഹത്തിന്റെ വന്ധ്യയായ ഭാര്യയെ നോട്ടെണ്ണൽ യന്ത്രം വീട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നവരാണ്, കുട്ടിയമ്മ എന്ന് വിളിച്ച് കളിയാക്കിയവരാണവർ. ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ റഹീം വന്നിട്ട് പറയാണ് ഇപ്പോ ഞങ്ങൾക്ക് കുറ്റമില്ല, അന്ന് ഞങ്ങൾക്ക് കുറ്റമുണ്ടായിരുന്നു. റഹീമ, ഇതാണ് നിങ്ങളുടെ പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നല്ല ഇതിന് പറയേണ്ടത്, വൈരുദ്ധ്യാത്മക അവസരവാദം എന്നാണ് പറയേണ്ടത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഈ റഹീം എത്ര കേസിൽ പ്രതിയായി? KM മാണി സാറിനെതിരായിട്ടുള്ള എത്രയോ സമരങ്ങളിൽ. എന്താ ഉറക്കം വരുന്നു? നിങ്ങളല്ലേ കേരളത്തിന്റെ തെരുവുകളിൽ മുഖംമൂടികൾ ധരിച്ച KM മാണിമാർ, കോഴമാണി എന്ന് കഴുത്തിൽ കെട്ടിത്തൂക്കിയ ടാഗുമായി നിങ്ങൾ തെരുവുകളിൽ എത്ര സമരങ്ങൾ, എത്ര നാടകങ്ങൾ നടത്തിയവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് KM മാണി സാർ കൊള്ളാമല്ലേ? എവിടെ കോടിയേരി സഖാവ് റഹീമായിട്ട് അടുത്ത ബന്ധമുള്ള ആളല്ലേ? എന്താ പറഞ്ഞെന്നറിയോ? തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗം 2 ദിവസമായിട്ട് വെള്ളം കുടിക്കുന്നില്ല. കാര്യം എന്തെന്നറിയോ? തൊലിക്കട്ടിയുടെ കാര്യത്തിൽ KM മാണി കാണ്ടാമൃഗത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സഖാവ് VS അദ്ദേഹത്തിന്റെ താളത്തിൽ പറഞ്ഞ കാര്യം എന്നറിയോ? കെടാത്ത തീയും ചാകാത്ത പുഴുവും അങ്ങനെയുള്ള നരകത്തിൽ KM മാണി വീഴും. ഇതായിരുന്നില്ലേ കേരളത്തിലെ CPM-ന്റെ നേതാക്കളുടെ നിലപാട്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇവർക്ക് ഞങ്ങളെ കൂടെ നിൽക്കുമ്പോൾ ഇവർക്ക് എല്ലാ കാലത്തും ഇവർക്ക് കള്ളന്മാരാവും. R ബാലകൃഷ്ണപിള്ള സാറ് ഞങ്ങളോടൊപ്പം നിന്നു. അന്ന് വിളിച്ചു കമ്പി പിള്ള, കള്ള പിള്ള, കുഴപ്പക്കാരൻ പിള്ള, മാടമ്പി പിള്ള. ആ ബാലകൃഷ്ണപിള്ള സാറ് വന്നപ്പോ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഞങ്ങളോടൊക്കെ ശ്രീ MV വീരേന്ദ്രകുമാർ ഇറങ്ങി വന്നു. MV വീരേന്ദ്രകുമാർ സാറിനെതിരെ അവർ പറഞ്ഞെന്തെന്നറിയോ? സഹോദരിയുടെ ഭൂമി തട്ടിയെടുത്തവൻ, ജീവിച്ചിരിക്കുന്ന സഹോദരിയെ മരിച്ചെന്ന് ദേശാഭിമാനി എഴുതി. ഭൂമി
റവന്യൂ ഭൂമിയും വനഭൂമിയും 100 ഏക്കറോളം കൈവശം വച്ചിരിക്കുന്നവൻ കളിയാക്കി ആ MP വീരേന്ദ്രകുമാർ തിരിച്ചു പോയപ്പോ വിശുദ്ധൻ. സ്വാഭാവികം. ഞങ്ങളോടൊപ്പം ശ്രീ MBR ഇറങ്ങി വന്നു, കള്ളൻ കൂകി വിളിച്ചു, കൊല്ലാൻ നടന്നു. തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ സ്വീകരിച്ചു. ഞങ്ങളോടൊപ്പം നിന്നപ്പോ KR ഗൗരിയമ്മ അവർക്ക് ഇഷ്ടമല്ല, തിരിച്ചു വന്നപ്പോ കൊള്ളാം. മുസ്ലിം ലീഗിൽ നിന്നും നിന്നപ്പോ ഈ പറയപ്പെടുന്ന INL ഭാരവാഹികൾ കൊള്ളില്ല, വർഗീയവാദികൾ, വിദ്വേഷവാദികൾ. എന്നാൽ INL തിരിച്ചിറങ്ങി പോകുമ്പോ അപ്പോഴും വർഗീയവാദമില്ല. ഇതാണ് അവരുടെ ഭൗതികവാദം. വളരെ മോശം. കോൺഗ്രസിന്റെ കാലത്ത് അഴിമതി, ഞങ്ങളുടെ കാലത്ത് അഴിമതിയില്ല. റഹീമേ, സ്പ്രിംഗ്ലർ നിങ്ങൾക്ക് യൂട്ടേൺ അടിക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാം പമ്പ മണൽക്കടത്ത്, തിരിച്ചു പോകേണ്ടി വന്നു. ബ്രൂവറി ഡിസ്റ്ററി നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസക്കാലം ജയിലിൽ കിടന്നെന്തിനാണെന്നറിയോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തിയതിനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്ത കള്ളക്കടത്തും കൊള്ളക്കടത്തും നടത്തിയതിനെ സംബന്ധിച്ച് കസ്റ്റംസിന്റെ റിപ്പോർട്ടുകൾ നിരവധി പുറത്തു വന്നിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ കാലത്തുണ്ടായിട്ടില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയവരെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ? മരിച്ചുപോയവർക്കെതിരായി ഇനിയും പുലഭ്യം വിളിക്കാൻ പാടുണ്ടോ? കുഴപ്പമായ നീ എന്തിനാണെന്ന് പറയാൻ പോയത്? എന്താ ഔദാര്യമാണ് റഹീമെ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്ന TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ പ്രതിമ നിങ്ങൾ 6 തവണ തകർത്തവരാണ്. ഈശ്വര, ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അദ്ദേഹത്തിന്റെ വിധവയെ അകത്തും പുറത്തും നിങ്ങൾക്കറിയോ? ആൺകുട്ടികളെ സ്ത്രീവേഷം കെട്ടിച്ച് ചിരട്ടയും വെച്ച് കെട്ടി അപമാനിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി TP ചന്ദ്രശേഖരനെ ഇന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. പോയി ചത്തുടടാ. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ എടുത്ത സമീപനമല്ല ഇന്നെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയാവുന്നേ. പഴയ SFI നേതാവ് കുഞ്ഞാലിയെ കുത്തിമടർത്തിയെന്ന് നിങ്ങൾ ആരോപിക്കപ്പെട്ട് കേസിൽ പ്രതിയായ ആളെ CPM-ൽ ചേർത്ത് കുന്നംകുളത്ത് മത്സരിപ്പിച്ച് MLA ആക്കിയ പാർട്ടിയുടെ പാരമ്പര്യം നിങ്ങൾ ഇങ്ങോട്ട് എഴുതലണ്ട. ഞങ്ങൾക്ക് പണ്ടേ നിങ്ങൾ അറിയാം. ഇത്രയും മതിയോ? അതോ ഇനിയും വേണോ? കിട്ടി, പലിശ സഹിതം കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.